അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ എപ്പോഴും പറയാം. കാരണം ആ ജിസൈലിന്റെ ആരിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ആരും അറിയാത്തതും എനിക്ക് പറയാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങള് 500 പേരും 72 ക്യാമറയും അതുപോലെ ഞാൻ ഇന്നടത്തായിരുന്നു. അപ്പൊ ഞാനും അവിടുന്ന് നോക്കി, ഒന്നും നടന്നില്ലല്ലോ എന്നാണ് പറയുന്നതെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അനുമോള് പറഞ്ഞത് എന്താണ്? അവിടെ ഞാൻ കണ്ടതാണ്, അതിൽ ഉറച്ചു തന്നെ നിന്നു. അതാണ് പെണ്ണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണും. ആ എപ്പിസോഡിന്റെ ലാസ്റ്റ് ആര്യൻ നമ്മൾ രണയെ ടച്ച് ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ലൈവിൽ കഴിഞ്ഞത്. പൊന്നുമോൻ നമ്മുടെ ആര്യനാണ് ഈ ആക്ട് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ രണയ്ക്ക് ഒരു പേടി, ഇത് വെളിയിൽ പറയാൻ. അത് നമ്മുടെ ബിന്നിയോട് സംസാരിക്കുന്നുണ്ട്. ബിന്നിയോട് പറയുന്നത്, ഒനീൽ സാബു മസ്താനിയെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീഴാൻ പോയപ്പോൾ ഇന്റൻഷ്യലി അല്ല, വീഴാൻ പോയപ്പോൾ അറിയാതെ കയറി ടച്ച് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ അതവിടെ പറഞ്ഞു. മസ്താനിക്ക് അത് നെഗറ്റീവായി. അങ്ങനെ ഞാൻ ഇനി എങ്ങാനും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബെഡിൽ കയറി, ആര്യന്റെ ബെഡിൽ കയറി നിങ്ങൾ എന്തിനാണ് കിടന്നത്, നിങ്ങൾ കിടന്നത് കൊണ്ടല്ലേ അവൻ വന്ന് അവിടെ ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ അവൻ വന്ന് അവിടെ കിടന്നത് എന്നുള്ളൊരു ചോദ്യം വരും എന്നൊരു പേടി റെനയ്ക്കുണ്ട്. റെന അത് ബിന്നിയോട് പറയുന്നുണ്ട്. പക്ഷെ ബിന്നി പറയുന്നുണ്ട്, നിനക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഇപ്പൊ പറയണ്ട, നാളെ ആണെങ്കിൽ നീ അത് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവർക്കെല്ലാം ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, ആര്യൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ആര്യൻ അവിടെ അതൊരു ഫണ്ണാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതേ സമയം വെളിയിലിരുന്നു കൊണ്ട് ഷാനവാസും ഒനിയിലും അഭിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇവൻ ഇവിടെ കാണിക്കുന്നതെല്ലാം വെളിയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അവരവനെ വിലയിരുത്തിക്കോളും എന്ന്. എന്താ വെച്ചാൽ ഇവരാരും ഇത് അറിയുന്നില്ല. പക്ഷെ ഈ രണ്ടും രണ്ട് സൈഡിലാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് അവിടെ എന്താണ് നടന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബിന്നി, നിങ്ങൾ മൈക്ക് ധരിക്കുക. അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് ആര്യൻ. അപ്പൊ ആര്യന് മനസ്സിലായി ഈ വിഷയമാണ് അവിടെ അവർ സംസാരിക്കുന്നതെന്ന്. എന്നിട്ട് അവിടെ ഒരു ചിരിയൊക്കെ പാസ്സാക്കി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുള്ളി കാണിക്കുന്ന ഇവൻ കാണിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇവൻ അവിടുന്ന് ബെഡ്ഷീറ്റ് എടുക്കുന്നു. ഇവൻ അവിടുന്ന് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാണ് നേരെ അവിടുന്ന് ഇറങ്ങുന്നു. അപ്പുറത്തോട്ട് പോകുന്നുണ്ട്, ലാസ്റ്റ് ബെഡിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അക്ബറിന്റെ ബെഡിലേക്കാണ് പോയതെന്ന് തോന്നുന്നു. അക്ബറാണല്ലോ ഇതിലെ കൂട്ടുപിടിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ആള് വരുന്നുണ്ട്. അവന് മനസ്സിലായിട്ടുണ്ട് ഇത് പണിയായിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അവൻ അവിടെ കാണിക്കുന്ന ആ നാടകത്തെ നിങ്ങൾ കണ്ടോണം. ഞാനീ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ബിന്നിയും റെനയും കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞ മസ്താനിയുടെ കഥയാണ്. അവർക്കൊരു പേടി. അതിനിടയിൽ കൂടി നിങ്ങൾ കേട്ട് കാണും. മെയിൻ സാധനം പറയുന്നത് മസ്താനിയുടെ കാര്യം തന്നെയാണ്. മസ്താനിയെ അറിയാതെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഇവനും പറയും, ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ അറിയാതെ, ഞാൻ അറിഞ്ഞൊന്നുമില്ല, എന്റെ ബെഡിൽ കയറി കിടന്നപ്പോൾ ഞാനും കയറി കിടക്കാൻ പോയി, ഞാനത് ചുമ്മാ ഷോ അല്ലേ ലാലേട്ട, ആക്ട് ചെയ്തതല്ലേ ലാലേട്ട എന്ന് പറയുന്നതാണ്. പക്ഷെ ഇവന്റെ സ്വഭാവം ഏകദേശം വെളിയിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഓരോ മുക്കിലും മൂലയിലും ഇരുന്ന് ഓരോരുത്തരും സംസാരിക്കുന്നുണ്ട് ആര്യന്റെ സ്വഭാവത്തെ പറ്റി. അത് തന്നെയാണ് അതേ സീൻ നടന്നപ്പം അപ്പുറത്ത് ഈ പറഞ്ഞ ഒനിയിലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം നാട്ടുകാർ കാണുന്നതാണല്ലോ, ഇവന് നാട്ടുകാർ വിലയിരുത്തിക്കോളും എന്നുള്ളത്. ബിഗ് ബോസിൽ നിന്നും എവിക്റ്റായി വന്ന പ്രവീൺ ഈ ആര്യന്റെയും ജിസേലിന്റെയും ബന്ധത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവരുള്ള ചാനലുകാരോട് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ എപ്പോഴും പറയാം. കാരണം ആ ജിസൈലിന്റെ ആരിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ആരും അറിയാത്തതും എനിക്ക് പറയാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അത് ആ വീടിനകത്തുള്ളവർക്ക് മാത്രം കണ്ടതും കഴിഞ്ഞ ഫ്രൈഡേ തേഴ്സ്ഡേ കുറച്ച് നമ്മൾ ആരും കാണാത്ത കുറെ കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ കഴിഞ്ഞ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ എന്തോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളെ കാണിച്ചോ ഇല്ലയോ എന്ന് ഈ പറഞ്ഞ പ്രവീണിനും അറിയത്തില്ല. പ്രവീൺ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വ്യക്തമാക്കിയിട്ട് പറയാം എന്നുള്ളത്. ബാക്കി കൂടെ കേൾക്കാം.
ഈ ജിസേൽ ആര്യന്റെ കാര്യത്തില് ബിഗ് ബോസ് അത് കറക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നില്ല, അങ്ങനെ പരാമർശം അതിനെ ഞാൻ കുറിച്ച് നിങ്ങളായിരുന്നു പിന്നെ ഒരിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ആ ഒരു കോൺവെർസേഷൻ ആ ഒരു കോൺവെർസേഷൻ പറയുവാണെങ്കിൽ എനിക്കൊരു ലെങ്തി ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എപ്പോഴും ഞാൻ പറഞ്ഞുതരാം. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി കുറെ ആൾക്കാരുണ്ട്, നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ആ വീടിനകത്ത്. അതൊക്കെ ടെലികാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതും എനിക്കറിയത്തില്ല. ഞാൻ പോയി എപ്പിസോഡ് എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു. വീണെ, നീ പയ്യെ പോയി എപ്പിസോഡൊക്കെ കണ്ടിട്ട് വ്യക്തമായ കാര്യങ്ങൾ നീ പറഞ്ഞാൽ മതി. അവിടെ എന്താണ് അവർക്ക് ഫേവറിസം നടക്കുന്നത്, അവർ തമ്മിൽ എന്താണ് ബന്ധം, ഇവരൊക്കെ വെളിയിലൊക്കെ സംസാരിക്കുന്ന പോലെയാണോ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ സ്വഭാവം ഇപ്പൊ തന്നെ വെളിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആര്യൻ മോനാണെങ്കിൽ, മോനെ നീ ചെയ്യുന്നതെല്ലാം കറക്റ്റ് അല്ലേ മോനെ ഒന്നും പറയത്തില്ല. എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളിടത്തോളം കാലം ആര്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ആര്യൻ ഇന്ന് റെനയോട് കാണിച്ചത് ഒരു ബാഡ് ആക്ട് തന്നെയാണ്. ഞാൻ കണ്ടിടത്തോളം നിങ്ങളത് കണ്ടു കാണും. എന്തായാലും ഇനിയിപ്പോ സാറ്റർഡേ വന്നിട്ട് ഞങ്ങളാരും കണ്ടില്ലല്ലോ, നിങ്ങൾ മാത്രമേ കണ്ടുള്ളല്ലോ, ഞങ്ങള് 500 പേരും 72 ക്യാമറയും അതുപോലെ ഞാൻ ഇന്നിടത്തായിരുന്നു, അപ്പൊ ഞാനും അവിടുന്ന് നോക്കി, ഒന്നും നടന്നില്ലല്ലോ എന്നാണ് പറയുന്നതെന്ന് റെനയ്ക്ക് നല്ല പേടിയുണ്ട്. അതുപോലെ മസ്താനിയുടെ ഒരു വിഷയം വന്നതുകൊണ്ട് ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അനുമോൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് അനുമോൾ അവിടെ ഉറച്ചു നിന്നത്. എല്ലാരും ചോദിച്ചു അനുമോൾക്ക് അഹങ്കാരമാണ്, ലാലേട്ടനോട് പറയുമ്പോഴത്തേക്കും അഹങ്കാരിയായിട്ടാണ് സംസാരിച്ചത്, അഹങ്കാര രൂപത്തിലാണ് സംസാരിച്ചത്, ലാലേട്ടനെ റെസ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ. അപ്പോഴും നമ്മൾ പറഞ്ഞു കണ്ട കാര്യം ലാലേട്ടൻ എന്നല്ല ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയണമെന്ന്. അത് തന്നെയാണ് അവിടെ അനുമോൾ ചെയ്തത്. അനുമോൾ പറഞ്ഞത് എന്താണ്, അവിടെ ഞാൻ കണ്ടതാണ്, അതിൽ ഉറച്ചു തന്നെ നിന്നു, അതാണ് പെണ്ണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനിപ്പോ വലിയ ആക്ഷനൊന്നും എടുക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ ശനിയാഴ്ച വന്ന് തടവി സൂചിപ്പിച്ച് പോകുന്നതാണല്ലോ ഇവിടുത്തെ പതിവ് രീതി. എന്തായാലും ഈ ആഴ്ചയെങ്കിലും എന്തെങ്കിലും നടക്കുമോ നോക്കാം. ഇനി ഇതിന്റെ വിശദീകരണം എന്താണ് അവിടെ വന്ന് പറയാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ചിരുന്ന് കാണാം. എന്താ വെച്ചാൽ ഇതിനകത്ത് വലിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. അവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാവരും ഇതിനെ ന്യായീകരിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഇത്രയും ദിവസം കണ്ടിടത്തോളം. ഇനി എന്താണേലും മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇത് ചർച്ചയാകാൻ ചാൻസ് കൂടുതലാണ് ഈ വരുന്ന ആഴ്ചകളിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് അപ്പം ആരും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിടി വന്ന് കിടന്നു, അതുകൊണ്ട് ഞാൻ കിടന്നു. ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നും അല്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഹൈജീൻ കൂടിയ ആളാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഹൈജീൻ. അല്ലെങ്കിൽ ജിസേലിനോട് ചോദിച്ചു നോക്കൂ, ജിസേൽ മാമിയോട് ചോദിക്കേ, ജിസേൽ മാമിയോട് പറയും ഞാനും ജിസേലും ഒരുമിച്ചല്ലേ കിടക്കുന്നത്, എനിക്ക് അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ജിസേലിനോട് ചോദിച്ചില്ല ചോദിക്കാം. അപ്പൊ ലാലേട്ട ജിസേലിനോട് ചോദിക്കും, ജിസേൽ പറയും അങ്ങനെ ഒന്നും അല്ല ലാലേട്ട, എല്ലാം ശരിയാണ്, ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, എനിക്കറിയാം ഒന്നും ചെയ്യത്തില്ലെന്ന്. ലാലേട്ട പറയും അത്രേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും വരുന്നത് എന്താണെന്ന് നമുക്ക് ഇനിയിപ്പോ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.